മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തീർത്ഥാടകർ എത്ര കണ്ട് വർദ്ധിച്ചാലും അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായും അദ്ദേഹം സന്നിധാനത്ത് പറഞ്ഞു. ഇപ്രാവശ്യത്തെ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ, മലയിലേക്ക് വരുന്ന എല്ലാവരും സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിനൊരു ഹോംവർക്ക് സർക്കാരിൻ്റെയും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ട്. ഒരു കൂട്ടായ്മയുടെ വിജയമാണത്. എന്തായാലും അത് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് അധികമായി ഒരു 8 ലക്ഷത്തോളം ഭക്തജനങ്ങൾ അധികമായി വന്നിരിക്കുന്നു. അധികമായി വരുമാനവും ഉണ്ടായിരിക്കുന്നു. ഇനിയും അധികമായി ഭക്തജനങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അവർക്ക് എല്ലാവിധമായ സംവിധാനങ്ങളും ഒരുക്കുവാൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ്, സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കൃത്യമായ സംവിധാനങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സോപാനത്തിൽ ഭക്തജനങ്ങൾക്ക് തൊഴുവാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയ പുതിയ സംവിധാനം, ദർശന സമയത്തിൻ്റെ ദൈർഘ്യം 2 മണിക്കൂറായി കൂട്ടിയത്, പോലീസുകാരുടെ 18-ാം പടിയിൽ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി സമയം ക്രമീകരിച്ചത്, അങ്ങനെ പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തൽ വരെ ഈ സുഖകരമായ ദർശനത്തിന് സഹായമാകുന്ന ഘടകങ്ങളാണ്. എന്നാലും അത്തരം കാര്യങ്ങൾ ഇനിയും എന്തൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകും. സീപ്പാട് ഒരുക്കുന്ന ഒരു കിടിലൻ ഓഫർ. തൊടുപുഴയിലെ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് 40% ഓഫറിൽ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം.